والسلام عليك يا سيدي عليك يا سيدي يا من أرسله الله يا من أرسله الله الصلاة والسلام الصلاة والسلام عليك يا سيدي عليك يا سيدي يا من زينه الله يا من زينه الله الصلاة والسلام عليك يا سيدي عليك يا سيدي يا من شرفه الله يا من شرفه الله الصلاة والسلام الصلاة والسلام عليك يا سيدي عليك يا سيدي يا من كرمه الله يا من كرمه الله الصلاة والسلام الصلاة والسلام عليك يا سيدي عليك يا سيدي يا من علمه الله يا من علمه الله الصلاة والسلام الصلاة والسلام عليك يا سيدي عليك يا سيدي يا سيد المرسلين يا سيد المرسلين الصلاة والسلام عليك يا سيدي يا إمام المتقين الصلاة والسلام الصلاة والسلام عليك يا سيدي عليك يا سيدي يا خاتم النبي يا خاتم النبي الصلاة والسلام الصلاة والسلام يا سيدي عليك يا سيدي يا شفيع المذنبين يا شفيع المذنبين الصلاة والسلام الصلاة والسلام عليك يا سيدي عليك يا سيدي يا خاتم النبي يا خاتم النبي الصلاة والسلام الصلاة والسلام عليك يا سيدي عليك يا سيدي يا رسول رب العالمين يا رسول رب العالمين الصلاة والسلام الصلاة والسلام عليك يا سيدي عليك يا سيدي يا رحمة للعالمين يا رحمة للعالمين الصلاة والسلام الصلاة والسلام عليك يا سيدي عليك يا سيدي يا رسول الله يا رسول الله قلت حيلتي أدركني يا رسول الله يا رسول الله الصلاة والسلام الصلاة والسلام عليك يا سيدي عليك يا سيدي يا رسول الله يا رسول الله قلت حيلتي قلت حيلتي أدركني يا رسول الله يا رسول الله الصلاة والسلام الصلاة والسلام عليك يا سيدي عليك يا سيدي يا رسول الله يا رسول الله قلت حيلتي قلت حيلتي أدركني يا رسول الله يا رسول الله السلام عليك أيها النبي النبي ورحمة الله ورحمة الله وبركاته وبركاته الله സ്വീകരിക്കണേ آمين കരങ്ങൾ വായ്പായി റബ്ബേ ഒരു തവണയെങ്കിലും പറയൊരു തവണയെങ്കിലും മദീന കാണാതെ റൂഹിനെ പിടിക്കല്ല റബ്ബേ ഞങ്ങളെ റൂഹിനെ പിടിക്കല്ല ആ മണ്ണ് ചുംബിക്കാതെ ഞങ്ങളെ റൂഹിനെ പിടിക്കല്ല റബ്ബേ റൂഹിനെ പിടിക്കല്ല റബ്ബേ പോയ ഞങ്ങൾക്ക് ഇനിയും പോകാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഭാഗ്യം നൽകണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ കൂടെ റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ കിടക്കാൻ സ്വർഗ്ഗത്തിൽ കിടക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്.
വിഷമങ്ങൾക്കുള്ള മാറ്റം തെറ്റി ഒരു തവണ അതിനെ കാണാൻ ആഗ്രഹിച്ചു. ഇന്ന് ഒരു മാസത്തിലൊരു തവണ ഞാൻ പോകുന്നുണ്ട്. അല്ലാഹു കൂടെ പുറപ്പിങ്ങൾക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം പോയി അല്ലാഹു എനിക്ക് തന്ന നിഅമത്ത് ഒരാൾക്ക് അല്ലാഹു കൊടുത്തിട്ടില്ല. അല്ലാഹു അല്ലാഹു നൽകട്ടെ. കാരണം അത്ര സന്തോഷമാണ്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാണ്. യാതൊരു കാരണവശാലും റോഡ് ബ്ലോക്ക് ആവരുത്. ഇൻഷാ അല്ലാഹ് ഒരു ഫാത്തിഹ ഓതി നമ്മൾ ദുആ ചെയ്യാം. ആ ഫാത്തിഹ നമ്മൾ ഓതുന്നത് എന്തിനാ? അല്ലാഹു എനിക്ക് ഒരുപാട് നിഅമത്ത് അല്ലാഹു തന്നിട്ടുണ്ട്. ഇന്ന് മേലെ കുടക്കാട് വരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരുപാട് നിഅമത്ത് അല്ലാഹു കൊടുക്കുന്നുണ്ട്. അല്ലാഹു നിലനിർത്തട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത മജ്ലിസ് ഇൻഷാ അല്ലാഹ് തൗബയുടെ മജ്ലിസാണ്. എല്ലാവരും നിയത്ത് വെച്ചോ. അടുത്ത മജ്ലിസിന് വരാൻ രാത്രിയാണ്. നോമ്പ് തുറ ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഈ നോമ്പ് തുറ ഇങ്ങനെ ആളുകൾക്ക് നോമ്പ് തുറ കൊടുക്കുകയാണെങ്കിൽ 10 ഏക്കർ സ്ഥലമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതാ ഇൻഷാ അല്ലാഹ് വീണ്ടും നിങ്ങൾക്കെല്ലാം ഒരു ഓഫർ യൂട്യൂബർമാർക്ക് എന്താ അറിയോ, എല്ലാവരും പോയി ഞാൻ പൈസ ഉണ്ടാക്കുന്നുണ്ട്. വീണ്ടും ഇൻഷാ അല്ലാഹ് ഒരാൾക്കുള്ള നോമ്പ് തുറ തന്നോട്ട്. എന്തേ നമ്മളെ വാപ്പ ഖബറിലാണ്, നമ്മളെ ഉമ്മ ഖബറിലാണ്, നമ്മളെ ഭർത്താവ് ഖബറിലാണ്. ആ 21-ാമത്തെ വ്യാഴാഴ്ച രാത്രിയാണ് മജ്ലിസ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരാൾക്കുള്ള നോമ്പ് തുറക്കുള്ള നിങ്ങൾ തരാം. എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞ കൂടിപ്പോയോ? ഇല്ലല്ലോ, കൂടിപ്പോയോ? അപ്പോ നമ്മൾ ഒരുപാട് ആളുകളെ നോമ്പ് തുറപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ചലഞ്ച് ഏറ്റെടുക്കുക. 21-ാം രാവിലെ വ്യാഴാഴ്ച ദിവസം നടക്കുന്ന ആ നോമ്പ് തുറയിലും തൗബയുടെ മജ്ലിസിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. അത് കുടുംബത്തോടൊക്കെ പറയാം. കൂട്ടമായിട്ട് നോമ്പ് തുറക്കും കഴിയില്ലെങ്കിൽ വീട്ടിലൊക്കെ നോമ്പ് തുറ നടത്താൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, നോമ്പ് തുറ അവിടെ എല്ലാവർക്കും ഒരുമിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നോമ്പ് തുറ നടത്താനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. കാരണം എന്താ അറിയോ, നോമ്പിന്റെ അന്ന് ഒരുപാട് ആളുകൾ സ്ഥലത്തിന് പൈസ തരാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് പൈസ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഞാൻ തങ്ങളൊക്കെ ആമുഖമായിട്ട് തന്നെ ഞാൻ ആദ്യം അഡ്വാൻസ് ക്ഷണിക്കാം. വെറുതെ വരും കായ് കൊടുക്കണം. അല്ലാഹു ബർക്കത്ത് കേട്ടോ ഇൻഷാ അല്ലാഹ്. പിന്നെ കഴിയുന്നവർ സ്വലാത്ത് ഇതിന്റെ പൈസ നമ്മള് കൊടുന്നോട്ടല്ലേ, നോമ്പിന് കൊടുന്നോളി. അല്ലാഹു ബർക്കത്ത് കേട്ടോ ഇൻഷാ അല്ലാഹ്. ദുആ ചെയ്യാണ്. കാരണം ഒരു കാര്യം വീണ്ടും പറയാണ്, കൊടക്കാട് അമ്മർത്തേക്ക് ഓടരുത്. ഇന്ന് എനിക്ക് അതുകൊണ്ട് വയ്യ. കൊടക്കാട് അമ്മറത്തുള്ള കൊടി ഇന്നലെ കിട്ടിയത് നമുക്ക് മിനിങ്ങാന്നാണ് ഓർഡർ കിട്ടിയത്. ഇങ്ങനെ വിഷയമുണ്ട്. അവന് യൂട്യൂബർമാരെ പറയും അതൊക്കെ അതിന് വേണ്ടി ഇതിന് വേണ്ടിയിട്ടാണ്. അതൊന്നും സാരമില്ല. തവക്കൽതു അലല്ലാഹ്. ഇബ്ലീസിന്റെ പണി എന്താ? പിഴപ്പിക്കുക അല്ലേ, സ്വർഗം തടയുക. അത് ഇബ്ലീസിന്റെ പണിയാണ്. അതിൽ അല്ലാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ പോകുമ്പോ പിന്നെ മെല്ലെ പോകണം. അവിടെ ആദ്യങ്ങളാണ് സാറെന്താ പറയുന്നത്, ദുആ കഴിഞ്ഞാൽ ആദ്യം ആണുങ്ങൾ പോകുക. ആണുങ്ങൾ പോയി കഴിഞ്ഞ പെണ്ണുങ്ങൾ പോയാൽ മതി. 2 വരി ആണുങ്ങൾ അമ്പലത്തിന്റെ അധീനമാണ്. ഈ നേരെ വഴിയുണ്ട് വളർന്ന് അതുവഴി ആണുങ്ങൾ പോവുക. തങ്ങൾ പാപ്പാന്റെ പേരുടെ അധീനം കയറാം. അല്ലെങ്കിൽ അവിടെ മസ്ജിദ് ഒരു ഗ്രൗണ്ട് ഉണ്ട്, ആ ഗ്രൗണ്ടിൽ കൂടി ഇറങ്ങി പോവുക. കഴിയുന്നതും നിങ്ങൾ പൈസ എഴുതിച്ച ആളുകളെ കഴിയുന്നതിന്റെ കയ്യിൽ തരാം. അതിനെ കൊടക്കാട്ടേക്ക് എന്ന് പറഞ്ഞ കൊടക്കാട് നമ്മളെ കാണാൻ വലിയ ഒരു മാസം മുന്നേ തന്നെ എന്ത് ചെയ്യണം, ആളുകൾക്ക് അവസ്ഥയാണ്. പൈസ തരാൻ ഇൻഷാ അല്ലാഹ് ബുക്ക് ചെയ്യണ്ട. കഴിയുന്നവർ എന്നെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുക. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അത് നിങ്ങൾ കൊടക്കാട്ടേക്ക് വന്നാൽ മതി. ഇപ്പോഴല്ലേ കേട്ടോ, ഇന്ന് വരേണ്ടത് ബൈക്കോളി. ഇൻഷാ അല്ലാഹ് കൊടിമരം എന്താണ് കെട്ടിയിട്ടേ ഉള്ളൂ. അവിടെ അതൊരു ആരാധന കേന്ദ്രമല്ല. വീണ്ടും പറയാം, അതൊരു ആരാധന കേന്ദ്രം. അതൊന്നും തന്നൊരു നിഅമത്ത് ഞങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമല്ല, അത് പറയണ്ടേ. അല്ലാഹു ഒരു നിഅമത്ത് എനിക്ക് തന്നു, അത് നിങ്ങളോട് പറഞ്ഞു. ഇനി അവിടെ പോയിട്ട് അശുദ്ധിയുള്ള സമയത്ത് അതിൽ തൊടാതിരിക്കാനുള്ളത്. ഇപ്പൊ നമ്മൾ തുന്നി അനക്കും ചെയ്യാൻ പറ്റുമോ? തൊടാൻ പറ്റൂല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരൊറ്റ ഇപ്പൊ
അപ്പൊ തന്നാലും ഞാൻ വാങ്ങും. അല്ലാഹു ബർക്കത്ത് നല്ല ശിഫയാക്കട്ടെ കേട്ടോ. അത് വെറുതെ ആവില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് ഒരൊറ്റ ഫാത്തിഹ എത്ര മണിക്കാ ഭാഗം? നോമ്പ് തുറന്റെ സംഖ്യ പറഞ്ഞിട്ടില്ല എന്നാ പറയുന്നത്. ഇതിനെ കുറിച്ച് അറിയാത്തല്ലേ പറയാൻ പറ്റില്ലല്ലോ. അത് നമ്മൾ പറയാം. അത് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു കേട്ടോ. അതൊരു ചെറിയതേ ആവുള്ളൂ. നോമ്പിലൊക്കെ തന്നെ വന്നാല് പ്രശ്നമാണ്. ഇവരെല്ലാരും പാടും നോമ്പർപ്പിക്കാൻ എന്താ കേട്ടത് പോലും ശരിയാണ്. അള്ളാഹു ഇതിന്റെ പട്ടാള. ഇത് നിന്നെ വിമർശിക്കുന്നവരോടും എല്ലാവരും പറഞ്ഞു ഇതെന്തറിയോ റഹ്മത്തിൽ തങ്ങളോട് ഇങ്ങനെ ഇത്ര ജനം കൂടെ ചെയ്ത് റഹ്മത്തിന്റെ മലക്കന്നെയാണ് അല്ലേ. അള്ളാഹു ബർക്കത്തിട്ട് എന്റെ ഉസ്താദ്മാർക്ക് അള്ളാഹു ആഫിയത്ത് അള്ളാഹു നൽകട്ടെ. ഉസ്താദ് സ്ഥാപനം നടത്തുന്നുണ്ട്. റഫീഖ് ബൈസ് ഒരു പള്ളിയുടെ ഖത്തീബാണ്. അള്ളാഹു പടച്ചോ കുഴക്കൂല. കാരണം എന്താ വിമർശനം വന്നപ്പോൾ എൻ്റെ കൂടെ അല്ലേ. അള്ളാഹ് കുഴക്കൂല. അൽഹംദുലില്ലാഹ് കുഴക്കിയിട്ടില്ല. ഉണ്ടോ? കുഴക്കിയിട്ടില്ല. കുറച്ച് കടങ്ങളുണ്ട്. അള്ളാഹു കൂട്ടിയിട്ടുണ്ട്. കടങ്ങൾ വാങ്ങും. എനിക്കുണ്ട് കടം. ആളുകൾ പറയാം 40 കോടി ഉൾപ്പെടുന്നത് വെറുതെ പറയാം. ഒന്നും എന്നെ കുറിച്ച് അറിയാൻ കഴിഞ്ഞിട്ട് വന്നോളൂ. ഒരു കുഴപ്പമില്ല. എൻ്റെ വാതില് തുറന്നിട്ടേക്കാണ്. ചികിത്സക്ക് വരുന്ന ആളുകൾക്ക് പോലും എൻ്റെ ജീവിതത്തിന്റെ വാതില് അടച്ചിട്ടുള്ള ചികിത്സ. 40 പണിക്കാരുണ്ട്. അല്ലാഹു എല്ലാവർക്കും കേട്ടോ. ദുആ ചെയ്യാണ്. ദുആ ചെയ്ത് പോകുമ്പോൾ എൻ്റെ പിന്നെ കൈ പിടിച്ചാൽ നിൽക്കരുത്. കാരണം എന്താ വെച്ചാൽ ഒന്ന് ടയേർഡാണ്, രണ്ടാമത് നിങ്ങൾ എന്നെക്കാട്ടിൽ വയസ്സിൽ മോശമല്ല. ഞാൻ നിങ്ങളെ പോകുമ്പോൾ നിങ്ങളെ കൈ ഞാനാ പിടിച്ചത്. ഞാൻ നിങ്ങളെ എത്തിക്കാൻ അതുകൊണ്ട് എനിക്ക് വയ്യ. അല്ലാഹു ബർക്കത്ത്. പിന്നെ ഈ പൂതിയ തേനും പൂതിയ വെള്ളം നിങ്ങളുടെ കൂടെ കുടിച്ചത്. കേരളം ഇന്ത്യ മൊത്തം ഇന്നലൊക്കെ കർണാടക ബാംഗ്ലൂരിൽ നിന്ന് എല്ലായിടത്തും പബ്ലിസിറ്റി ഒക്കെ എന്തായാലോ കൊടക്കാട് തങ്ങളെ പറഞ്ഞാൽ അത് അങ്ങോട്ട് നടക്കുകയാണ്. മൂപ്പര് വാക്ക് കിട്ടിയാൽ മതി. എനിക്ക് പനിച്ചു. അപ്പൊ ഞാൻ പാരസെറ്റമോളെ കുടിച്ചു. തമാശയില്ല പറയണ്ടേ. എനിക്ക് പനിച്ചപ്പോൾ ഞാൻ പാരസെറ്റമോളെ കുടിച്ചു. അല്ലാഹു ബർക്കത്ത്. എന്നാൽ അള്ളാഹുവിന്റെ നാടിനും എന്റെ വീടിനും ആ കൊടിമരത്തിനും അള്ളാഹു ഒരു ബർക്കത്ത് നൽകിയിട്ടുണ്ട്. ആ ബർക്കത്ത് അള്ളാഹു നിലനിർത്താൻ ഒരൊറ്റ ഫാത്തിഹ. ആ ഫാത്തിഹ എത്ര മണിക്ക് ഭാഗ്യം? 43 ഇല്ല കയ്യില്ല. ബാങ്ക് സമയമായില്ലേ? 38 3-4 മിനിറ്റിലുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത്. പിന്നെ എന്നെ അത് പറയാം. എന്നെ കാണാനും വന്നാലും തന്നെ അല്ലേ എനിക്ക് സംസാരിക്കാനും സമയം കിട്ടാറില്ല. ഒന്ന് വരിക. ഇപ്പൊ മിഞ്ഞാന്നൊരു പെണ്ണുങ്ങൾ കംപ്ലൈന്റ് പറഞ്ഞു. ഞാൻ എൻ്റെ അടുത്ത് വരുന്നു, എൻ്റെ അടുത്തേക്ക് വരില്ല. ഒരുപാട് കൊല്ലത്തുനിന്നൊക്കെ ആൾക്കാർ, കൊല്ലത്തൊക്കെ നല്ല മണിമണി പോലെ തങ്ങന്മാര് പറഞ്ഞു. തങ്ങന്മാരിൽ എല്ലാവർക്കും ഫضലുണ്ട്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും എന്തുണ്ട്? എല്ലാ റസൂലിന്റെ പേര് നമുക്കായിട്ടൊരു ഇതൊന്നും തന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യത്തേക്ക് വരില്ല. വരുന്ന പെണ്ണ് വരില്ല.